വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. അപ്പോൾ ഇമസാണ് മക്കളെ, നമ്മുടെ ഇംഗ്ലീഷ് എക്സാം എത്തി അല്ലേ? അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റൻ പാറ്റേണിലൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട് അല്ലേ? പണ്ട് നമുക്കിതാ ആദ്യത്തെ ഒരു ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്യണം കമ്പൽസറി ആയിട്ട്. പിന്നെയുള്ള 2 മുതൽ 6 വരെയുള്ള ആക്ടിവിറ്റീസിൽ നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള 4 ആക്ടിവിറ്റീസ് ആൻസർ ചെയ്താൽ മതിയായിരുന്നു. ആ രീതിയിലൊക്കെയായിരുന്നു നമ്മുടെ ക്വസ്റ്റൻ പാറ്റേൺ. ഇത്തവണ തൊട്ട് പാറ്റേൺ ചേഞ്ച് ആവുകയാണ്. പുതിയ പാറ്റേൺ അനുസരിച്ച് നമുക്ക് എല്ലാ ആക്ടിവിറ്റീസും ആൻസർ ചെയ്യണം. 1 മുതൽ 6 വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. അതിൽ തന്നെ 3ാമത്തെ ക്വസ്റ്റ്യനും 5ാമത്തെ ക്വസ്റ്റ്യൻസിനും ഓപ്ഷൻസ് ഉണ്ടാവും. 3ന് തന്നെ A, B എന്ന് പറഞ്ഞിട്ട് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 5നും A, B എന്ന് പറഞ്ഞിട്ട് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് ആൻസർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 3ാമത്തെ ക്വസ്റ്റ്യനും 5ാമത്തെ ക്വസ്റ്റ്യനും ഓപ്ഷൻ ഉണ്ടെന്ന് മിസ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ? അതിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് നോക്കാം അല്ലേ? ഇവിടെ നോക്കിക്കേ, 5ാമത്തെ ആക്ടിവിറ്റിക്ക് ഇതുപോലെ A, B ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് അതെങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദ ഫോളോയിങ്. താഴെ തന്നിട്ടുള്ളതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. A പാർട്ട് എന്താ? പ്രിപ്പയർ എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പിക്ചർ ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള പിക്ചറിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, ഓക്കെ, ഒരു വിവരണം പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ. അതല്ല എന്നുണ്ടെങ്കിൽ ഇട്ടിട്ടതാ ഡിസ്ക്രൈബ് ദ പിക്ചർ. ബിയിൽ താഴെ തന്നിട്ടുള്ള വേറൊരു പിക്ചറെ ഡിസ്ക്രൈബ് ചെയ്യാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓപ്ഷനിൽ 2 ഓപ്ഷൻ ഉണ്ടാവും. ചിലപ്പോൾ തോട്ട്സ് എഴുതാൻ പറഞ്ഞാൽ ബിയിലും തോട്ട്സ് തന്നെ ആയിരിക്കും, ചിലപ്പോൾ വേറൊരു ചാപ്റ്ററിലെ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്യാരക്ടറിൻ്റെ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് 3ാമത്തേതും 5ാമത്തേതും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് എ ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ പിക്ചറിൽ എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത് എന്ന് സൂക്ഷിച്ച് നോക്കുക. കണ്ടോ? ഇനി ബി ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബിയിൽ നിങ്ങൾ എന്താണ് കാണുന്നത് എന്ന് സൂക്ഷിച്ച് നോക്കാം. മിസ് ഇവിടെ ടെക്സ്റ്റ് ബുക്കിലെ പിക്ചേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തരണമെന്നില്ല, അല്ലാണ്ട് ഏതെങ്കിലും പിക്ചർ തന്നിട്ട് ഡിസ്ക്രൈബ് ചെയ്യാനായിരിക്കും പറയാം. ഇനി ഫസ്റ്റ് വൺ ആണ് നിങ്ങൾ ആൻസർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ മതി. 2 ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല. 2 നിങ്ങളിരുന്ന് ആൻസർ ചെയ്താലും 1ൻ്റെ മാർക്കേ കിട്ടുള്ളൂ. അതുകൊണ്ട് സമയം കളയണ്ട. ഈ 3ാമത്തും 5ാമത്തെ ക്വസ്റ്റനിൽ ഓപ്ഷൻ എ ഓർ ബി ഏതെങ്കിലും, എയ്തർ എ അല്ലെങ്കിൽ ബി ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ആക്ടിവിറ്റി 4 ഫസ്റ്റ് വൺ ആണ് നിങ്ങളിത് ആൻസർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഏതൊരു പിക്ചറും ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം ദിസ് ഈസ് എ മീനിങ് പിക്ചർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇൻ ദിസ് വി ക്യാൻ സീ എ ഗേൾ വിയറിംഗ് എ സ്കൂൾ യൂണിഫോം. വേറെങ്ങിൻ്റെ സ്പെല്ലിങ് തെറ്റാണ്, WEARING ആണ് കേട്ടോ. ഓക്കെ, ഈ പിക്ചറിൽ നമുക്ക് കാണാം ഒരു പെൺകുട്ടി എന്ത് ചെയ്യാണ്? ഒരു സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ഒരു ബാഗ് ഉണ്ട് അല്ലേ? സ്കൂൾ യൂണിഫോം ആൻഡ് ബാഗ്, ട്രൈങ് ടു ഡ്രിങ്ക് വാട്ടർ ഫ്രം എ ബോട്ടിൽ ബിക്കോസ് ഓഫ് എക്സ്ട്രീം ഹീറ്റ്. എക്സ്ട്രീം ആയിട്ടുള്ള ഹീറ്റ് കാരണം, ഭയങ്കരമായിട്ടുള്ളൊരു ചൂട് കാരണം ഈ പെൺകുട്ടി എന്ത് ചെയ്യാണ്? യൂണിഫോമും ബാഗും ഒക്കെ ഇട്ടൊരു പെൺകുട്ടി കയ്യിൽ നിന്ന് ബോട്ടിലെടുത്തിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അവിടെയുള്ള മരങ്ങൾ എങ്ങനെയാ നോക്കിക്കേടാ? ഇവിടെയുള്ള മരങ്ങളൊക്കെ ആകെ വറ്റി വരണ്ട് ഉണങ്ങിപ്പോയി. ദ ട്രീസ് ആർ ഡ്രൈഡ് അല്ലേ? എല്ലാം ഡ്രൈ ആയിപ്പോയി. സോ ദർ ആർ നോ ലീവ്സ് ലെഫ്റ്റ് ഓൺ ദ ട്രീസ്. മരങ്ങളിൽ ഇത്തിരി ഇലകൾ പോലും ഇല്ല. നോ ലീവ്സ് ലെഫ്റ്റ് ഓൺ ദ ട്രീസ് അല്ലേ? മരങ്ങളിൽ ഒട്ടും ഇലകൾ മിച്ചമില്ല. കാരണം എന്താ? എല്ലാം കൊഴിഞ്ഞു പോയല്ലേ? ദ ബേർഡ് ഈസ് ക്രൈങ് ഫോർ വാട്ടർ. ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ഒരു പക്ഷി ഇരുന്നിട്ട് അയ്യോ വെള്ളം തരണേ, ദാഹിക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കരയുന്നുണ്ട്. ആനിമൽസിനെയൊക്കെ നോക്കിക്കേ, ദേ ആർ സോ വീക്ക് അല്ലേ? Animals are so weak and in hunger. വിശപ്പും ദാഹവും ഒക്കെ കൊണ്ട് അവരെന്താണ്? ആകെ ക്ഷീണിതരാണ്. ന്യൂമറസ് ഹട്ട്സ് ആർ സീൻ ബട്ട് ദർ ഇസ് നോ ലൈഫ്. ഇവിടെ കുറേ കുടിലുകൾ കാണാം, പക്ഷെ ഒന്നിനും ഒരു ജീവനില്ല എന്ന് പറയുകയാണ് അല്ലേ? സോ ദ ലാൻഡ് ഈസ് ബാരൻ. എങ്ങനെയാണ് ഭൂമി? കൃഷിയൊക്കെ ഉണ്ടായിട്ട് സമൃദ്ധമാണോ? അല്ല, തരിശു ഭൂമിയാണ്. കൃഷിയൊന്നും ഇല്ലാണ്ട് ബാരൻ ആയിട്ട് കിടക്കുകയാണ് ലാൻഡ്. സോ ഈ തന്നിരിക്കുന്ന പിക്ചർ നമ്മൾ എന്ത് ചെയ്തു? ഡിസ്ക്രൈബ് ചെയ്തു. ഇനി ഇതല്ല നിങ്ങൾ ചെയ്യുന്നത്, 2ാമത്തെ ഓപ്ഷൻ ബി ആണെന്നുണ്ടെങ്കിൽ, അതായത് ഈ പിക്ചറാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇത് നമുക്കറിയാം അല്ലേ? ദ ഹണി മാംഗോ ട്രീ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു പിക്ചറാണ്. ഇത് നമുക്ക് എങ്ങനെ വിശദീകരിക്കാം? ഇത് നമുക്ക് ദിസ് ഈസ് എ മീനിങ് ഫുൾ പിക്ചർ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. ഇൻ ദിസ് പിക്ചർ വി ക്യാൻ സീ ആൻ ഓൾഡ് മാൻ ലൈയിങ് അണ്ടർ എ ട്രീ അല്ലേ? ഒരു പ്രായമായിട്ടുള്ള ആൾ എന്ത് ചെയ്യാണ്? മരത്തിൻ്റെ അടിയിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ കിടക്കുകയാണ് അല്ലേ? ഹി ഈസ് വാട്ടറിങ് എ വിതേർഡ് സാപ്ലിംഗ്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? പറ്റി വരണ്ട ഉണങ്ങി പോരായ അല്ലെ ഒരു സാപ്ലിങ്ങിന് ഒരു തൈച്ചടിക്കുക അദ്ദേഹം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് there is a young man and woman in the picture. പിക്ചറിൽ ഒരു യങ് മാനെയും ഒരു യങ് വുമണിനെയും നമുക്ക് കാണാം. ദ മാൻ ഹാവ് ലോങ് ഹെയർ ആൻഡ് ബിയർഡ്. ആ മനുഷ്യന് നീളമുള്ള താടിയും മുടികളും ഒക്കെ നമുക്ക് കാണാം. അത് മാത്രമല്ല അതിൻ്റെ അപ്പുറത്ത് there is a small house across the road. റോഡിൻ്റെ അപ്പുറത്തെ, അക്രോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തെ സൈഡ് അല്ലേ?
റോഡിൻ്റെ അപ്പുറത്ത് ഒരു ചെറിയ വീട് നമുക്ക് കാണാം അല്ലേ. ദർ ആർ മെനി പ്ലാന്റ്സ് ആൻഡ് ട്രീസ് ഇൻ ദ പിക്ചറിൽ നിറയെ മരങ്ങളും അതുപോലെ തന്നെ ട്രീസും ഒക്കെ നമുക്ക് കാണാം. ഇത്രയാണ് ഈ ഒരു പിക്ചറിലുള്ളത്. സോ ഇതുപോലെ നമ്മളോട് ഒരു പിക്ചറെ ഡിസ്ക്രൈബ് ചെയ്യാൻ ചോദിച്ചാലോ അല്ലാന്നുണ്ടെങ്കിൽ അതാ ഏതെങ്കിലും തോട്ട്സ് ചോദിച്ചാലോ ഒക്കെ നമുക്ക് എഴുതാൻ പറ്റണം. മറക്കണ്ട, നമ്മുടെ 3ാമത്തെയും 5ാമത്തെയും ക്വസ്റ്റ്യൻസിനായിരിക്കും ഓപ്ഷൻസ് ഉണ്ടാവുക. അതിൽ എ പാർട്ട് ഓർ ബി പാർട്ട് നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ക്വസ്റ്റ്യൻ പാറ്റേണും ക്വസ്റ്റ്യൻസും ഒത്തിരി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ മെഗാ മാരത്തോണിൽ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ എല്ലാവരും നമ്മുടെ മെഗാ മാരത്തോണിലേക്ക് പോരുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് മാരത്തോണിൽ കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.